السلام عليكم ورحمة الله وبركاته نحمده ونصلي على رسوله الكريم أما بعد ഹിജ്റ 11 റബീഉൽ അവ്വൽ മാസം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രോഗശയ്യയിലാണ്. തങ്ങളുടെ എല്ലാമെല്ലാമായ നേതാവിനെ കാണാൻ സ്വഹാബികൾ ആയിഷ ബിബി റളിയല്ലാഹു അൻഹായുടെ വീട്ടിലേക്ക് ധൃതിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങും ദുഃഖം തളം കെട്ടി നിൽക്കുന്ന അന്തരീക്ഷം. എല്ലാ മുഖങ്ങളിലും ദുഃഖത്തിൻ്റെ കാർമുകിൽ മാത്രം. ആരുമൊന്നും മിണ്ടുന്നില്ല. എങ്ങും കനത്ത നിശബ്ദത. പലരും കണ്ണുനീർ വാർത്തിരിക്കുകയാണ്. ചിലർ ദുഃഖം കടിച്ചിറക്കാൻ പാടുപെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപുത്രി ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ കയറി വരുന്നത്. ഫാത്തിമ ബീവിയുടെ മുഖം വിവർണമാണ്. സഹിക്കാനാകാത്ത സങ്കടം ആ മുഖത്ത് നിന്നും ആർക്കും വായിച്ചെടുക്കാം. മഹദി നേരെ പിതാവിനടുത്ത് വന്നിരുന്നു. കണ്ണുകളിൽ നിന്നും അശ്രുഗണങ്ങൾ കവിളിലൂടെ ചാലിട്ടൊഴുകി. നബിതങ്ങൾ തലയുയർത്തി നോക്കുമ്പോൾ പ്രിയപുത്രി ഫാത്തിമ ബീവി കരയുകയാണ്. അവിടൊന്ന് ചോദിച്ചു, ഫാത്തിമ, എന്തിനാണ് കരയുന്നത്? അങ്ങേക്ക് ശേഷം എനിക്കാരാണുള്ളത് നബിയേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമാധാനിപ്പിച്ചു പറഞ്ഞു, മോളെ ഫാത്തിമ, നീ എന്തിന് കരയണം? ഓർത്തു നോക്കിയാൽ വലിയ ഭാഗ്യവതിയല്ലേ നീ? നബിമാരുടെ നേതാവ് അന്ത്യപ്രവാചകൻ നിന്റെ ഉപ്പയാണ്. അള്ളാഹുവിൻ്റെ സ്നേഹം കരഗതമാക്കിയ വ്യക്തിയാണ് നിന്റെ ഭർത്താവ് അലി. രക്തസാക്ഷികളുടെ നേതാവ് അസദുൽ ഇലാഹി ഹംസ നിന്റെ പിതൃവ്യനാണ്. സ്വർഗീയ യുവാക്കളുടെ നേതാക്കളാണ് നിന്റെ രണ്ടു മക്കൾ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹും. എല്ലാറ്റിനും പുറമെ മോളെ ഫാത്തിമ, ലോകം അവസാനിക്കാറാകുമ്പോൾ, ലോകത്ത് അനീതിയും അരാജകത്വവും കുഴപ്പങ്ങളും മരങ്ങ് തകർക്കുമ്പോൾ, എല്ലാ കുഴപ്പങ്ങളും അമർച്ച ചെയ്ത് ലോകത്തെ സമാധാന തീരത്തേക്ക് നയിക്കാനും അധർമ്മത്തിൻ്റെ ഗോപുരങ്ങൾ തകർത്ത് തരിപ്പണമാക്കി ഭൂമിയിൽ നീതിപൂർവമായ ഭരണം നടത്താനും ഒരാൾ വരാനിരിക്കുന്നു മോളെ ഫാത്തിമ. നിന്റെ സന്താന പരമ്പരയിലായിരിക്കും അദ്ദേഹം ജന്മമെടുക്കുക. അതാണ് ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു, കാലം കാത്തിരിക്കുന്ന യുഗപുരുഷൻ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രിയപുത്രി ഫാത്തിമ ബീവിയോട് സന്തോഷ വാർത്തയറിയിച്ച അവസാന കാലത്ത് വരാനിരിക്കുന്ന സയ്യിദ് കുടുംബാംഗമായ മഹാനാണ് ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു. മഹ്ദി ഇമാമിൻ്റെ യഥാർത്ഥ പേര് മുഹമ്മദ് എന്നും പിതാവിൻ്റെ പേര് അബ്ദുള്ള എന്നുമായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇഹലോകത്ത് ഒരു ദിവസം മാത്രമേ ബാക്കിയുള്ളൂ എന്നിരിക്കൽ അല്ലാഹു തആല ആ ദിവസത്തെ നീട്ടിവെക്കും. അങ്ങനെ എൻ്റെ അഹ്ലുബൈത്തിൽപ്പെട്ട ഒരാളെ അള്ളാഹു നിയോഗിക്കും. അദ്ദേഹത്തിൻ്റെ പേര് എൻ്റെ പേരിനോടും പിതാവിൻ്റെ പേര് എൻ്റെ പിതാവിൻ്റെ പേരിനോടും യോജിക്കും. ഭൂമി മുഴുവൻ അദ്ദേഹം നീതിയാൽ നിറയ്ക്കുന്നതാണ്. ഹുദൈഫ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹ്ദി ഇമാമിൻ്റെ ഓമന പേര് അബൂ അബ്ദുള്ള എന്നായിരിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. യഥാർത്ഥ പേരുകൾ ഇങ്ങനെയൊക്കെയായിട്ടും ഇമാമിന് മഹ്ദി എന്ന പേര് പറയപ്പെടുന്നതിന് ഒന്നിലധികം വിശദീകരണങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. സന്മാർഗത്തിന് കാരണക്കാരനായി വർത്തിക്കുന്നവൻ, മാർഗനിർദ്ദേശം ലഭിക്കപ്പെട്ടയാൾ എന്നൊക്കെയാണ് മഹ്ദി എന്ന അറബി പദത്തിനർത്ഥം. മറഞ്ഞുകിടക്കുന്ന നിരവധി കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ നിയുക്തനായത് കൊണ്ടാണെന്ന് ഒരു വിഭാഗം പറയുന്നുണ്ട്. ഷാം പർവ്വതത്തിൽ നിന്നും തൗറാത്തിൻ്റെ കോപ്പികൾ കണ്ടെടുക്കുകയും ജൂതന്മാരെ തൗറാത്തിലേക്ക് ക്ഷണിക്കുകയും അതുവഴി അവർക്കെല്ലാം ഹിദായത്തിൻ്റെ കാരണക്കാരനാവുകയും ചെയ്യുന്നത് കൊണ്ടാണെന്ന് മറ്റൊരു വിഭാഗം പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബ പരമ്പരയിലാണ് ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു ജനിക്കുക. ഖതാദ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, ഒരിക്കൽ ഞാൻ എൻ്റെ ഗുരുവര്യനും പ്രമുഖ പണ്ഡിതനുമായ ഹസ്രത്ത് സഈദ് ബിനുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, മഹ്ദി സത്യമാണോ ഉസ്താദ്? അതെ, സത്യമാണ്. ആരിൽ നിന്നായിരിക്കും അദ്ദേഹം പ്രത്യക്ഷപ്പെടുക? ഖുറൈശികളിൽ നിന്ന്. ഖുറൈശികളിലെ ഏത് വംശത്തിൽ നിന്നായിരിക്കും? ബനി ഹാഷിമിൽ നിന്ന് തന്നെ. ബനി ഹാഷിമിൽ ആരുടെ പരമ്പരയിൽ നിന്ന്? അബ്ദുൽ മുത്തലിബിൻ്റെ മക്കളിൽ നിന്ന്. അബ്ദുൽ മുത്തലിബിൻ്റെ ഏത് മക്കളിൽ നിന്ന്? അലി റളിയല്ലാഹു അൻഹുവിൻ്റെയും ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹായുടെയും മക്കളിൽ നിന്ന്. വീണ്ടും അദ്ദേഹം ചോദിച്ചു, ഫാത്തിമയുടെ ഏത് മക്കളിൽ നിന്ന്? അദ്ദേഹം മറുപടി നൽകി, ഇനി ചോദ്യം നിർത്തുക, ഇപ്പോൾ ഇത്രയും മതി. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹായുടെ മക്കളിൽ ഹസൻ റളിയല്ലാഹു അൻഹുവിൻ്റെ സന്താന പരമ്പരയിലാണ് ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു ജനിക്കുകയെന്നാണ് പ്രബലപക്ഷം അഭിപ്രായപ്പെടുന്നത്. അതിന് തെളിവായി ഉദ്ധരിക്കുന്ന ഹദീസ് ഇപ്രകാരമാണ്. അഹ്മദ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, ഒരിക്കൽ അലി റളിയല്ലാഹു അൻഹു തൻ്റെ പുത്രനായ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു,
എൻ്റെ ഈ പുത്രൻ നബിതങ്ങൾ പറഞ്ഞതുപോലെ ഒരു നേതാവാണ്. ഇദ്ദേഹത്തിന്റെ മുതുകിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അതേ പേരിലുള്ള ഒരാൾ പിറക്കാനിരിക്കുന്നു. ഭൂതലം മുഴുവൻ നീതി നിറയ്ക്കാനായി നിയോഗിക്കപ്പെട്ട വ്യക്തിയാണ് അദ്ദേഹം. അലി റളിയല്ലാഹു അൻഹു തന്നെ നിവേദനം ചെയ്യുന്ന മറ്റൊരു ഹദീസ് ഇങ്ങനെയാണ്: ഒരിക്കൽ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലേ, ഇമാം മഹ്ദി നമ്മിൽ നിന്നാണോ ഇതരരിൽ നിന്നാണോ പുറപ്പെടുക? നബിതങ്ങൾ മറുപടി പറഞ്ഞു, നമ്മിൽ നിന്ന് തന്നെ അലി. ഇമാം മഹ്ദി എന്ന നവയുഗ കാലത്തിന്റെ സംരക്ഷണ നായകൻ ഇമാം ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ വംശപരമ്പരയിൽ ജന്മമെടുക്കുന്നതിന് ചരിത്രപരമായൊരു വസ്തുത കൂടിയുണ്ടെന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു അൻഹും എന്നിവർ യഥാക്രമം ഖലീഫമാരായി ഭരണം നടത്തി. അലി റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന് ശേഷം പുത്രനായ ഹസൻ റളിയല്ലാഹു അൻഹു 6 മാസക്കാലം പിന്നീട് സൽഭരണം കാഴ്ചവെച്ചിട്ടുണ്ട്. തനിക്ക് ശേഷം 30 വർഷം സൽഭരണം നിലനിൽക്കുമെന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദീർഘവീക്ഷണത്തിൽ ഇതും ഉൾപ്പെടുന്നു. കാരണം 4 ഖലീഫമാരുടെ മൊത്തം ഭരണകാലം 29 വർഷവും 6 മാസവുമാണ്. ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ 6 മാസവും കൂടിച്ചേരുമ്പോൾ നബിതങ്ങൾ പറഞ്ഞതുപോലെ 30 വർഷം പൂർത്തിയായി. 6 മാസം നീണ്ടുനിന്ന സൽഭരണത്തിനു ശേഷം മുസ്ലിം ഐക്യം മാത്രം മുന്നിൽ കണ്ട് താൻ മൂലം സമുദായത്തിൽ ഒരു കുഴപ്പവും ഉണ്ടാവരുതെന്ന് കരുതി ഈ ലോകത്തെ യാതൊരു ലാഭവും ആഗ്രഹിക്കാതെ അള്ളാഹുവിന്റെ പ്രീതി മാത്രം കാംക്ഷിച്ച് ഉമവിയ ഭരണകർത്താക്കളിൽ പ്രഥമനായ മുആവിയ റളിയല്ലാഹു അൻഹുവിന് വേണ്ടി സ്ഥാനമൊഴിഞ്ഞു കൊടുക്കുകയായിരുന്നു ഇമാം ഹസൻ റളിയല്ലാഹു അൻഹു. അള്ളാഹുവിന്റെ തൃപ്തി മാത്രം കാംക്ഷിച്ചുകൊണ്ട് ഒരാൾ എന്തെങ്കിലും ഒന്ന് ഉപേക്ഷിച്ചാൽ ഉപേക്ഷിച്ചതിനേക്കാൾ ഉത്തമമായത് അല്ലാഹു തആല അദ്ദേഹത്തിനോ അദ്ദേഹത്തിന്റെ സന്താന പരമ്പരയിലോ നൽകുമെന്നുള്ള തിരു ഹദീസും ഇമാം ഹസൻ റളിയല്ലാഹു അൻഹു ആ സ്ഥാനത്യാഗത്തിന് പകരമെന്നോണം അവസാന നാളിൽ മഹ്ദി ഇമാമിനെ നിയോഗിക്കുമെന്നുമാണ് ആലിമീങ്ങൾ അഭിപ്രായപ്പെടുന്നത്. മഹ്ദി ഇമാം രംഗപ്രവേശം ചെയ്താൽ മഹാനെ തിരിച്ചറിയാനുള്ള നിരവധി അടയാളങ്ങളും ലക്ഷണങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സ്വഭാവത്തിൽ നബിതങ്ങളോട് സാദൃശ്യമുണ്ടാവുമെങ്കിലും രൂപത്തിലോ മുഖച്ഛായയിലോ നബിതങ്ങളോട് സാദൃശ്യമുണ്ടാകില്ലെന്നാണ് ഇമാം അബൂദാവൂദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണുന്നത്. നബിതങ്ങളോളം വരില്ലെങ്കിലും സുന്ദരനായ ഒരു ചെറുപ്പക്കാരനായിട്ടായിരിക്കും ഇമാം മഹ്ദി പ്രത്യക്ഷപ്പെടുക. ശാന്തതയും ഗാംഭീര്യവും ആ മുഖത്ത് നിന്ന് പ്രസരിക്കും. ഹാരിസ് ഇബ്നു മുഗീറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ അബൂ അബ്ദുല്ലാ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, മഹ്ദി ഇമാമിനെ തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? അദ്ദേഹം പറഞ്ഞു, ശാന്തതയും ഗാംഭീര്യവും കൊണ്ട് തന്നെ. ദീനിന്റെ വിധിവിലക്കുകൾ കൃത്യമായി അറിയുന്ന നല്ലൊരു പണ്ഡിതനായിരിക്കും ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു. ജനങ്ങളെല്ലാം അദ്ദേഹത്തെ ആശ്രയിക്കും. എന്നാൽ അദ്ദേഹമാകട്ടെ ആരെയും ആശ്രയിക്കുകയില്ല. മഹ്ദി ഇമാമിന്റെ വിശേഷണങ്ങളെ കുറിച്ച് ചോദിച്ചപ്പോൾ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഇപ്രകാരമാണ്: ഒത്ത ഉയരമുള്ള സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ, തലമുടി ചുമൽ വരെ എത്തിയിട്ടുണ്ടാവും, മുഖത്ത് നിന്ന് വഴിഞ്ഞൊഴുകുന്ന പ്രകാശം, താടി രോമങ്ങളുടെയും തലമുടിയുടെയും കടുത്ത കറുപ്പിനെ അതിജയിക്കുമത്രേ. ചെറുപ്പക്കാരനായ മഹ്ദി ഇമാം നിയുക്തനായാൽ അദ്ദേഹത്തെ അംഗീകരിക്കാൻ ജനങ്ങളിൽ ചിലർ ആദ്യമാദ്യം വൈമനസ്യം കാണിക്കുന്നതാണ്. കാരണം ജനങ്ങൾ വിചാരിച്ചിരിക്കുന്നത് മഹ്ദി ഇമാം ഒരു വയോവൃദ്ധനെന്നായിരിക്കും. അബൂ അബ്ദുല്ലാ ഹുസൈൻ റളിയല്ലാഹു അൻഹു പറയുന്നു, മഹ്ദി ഇമാം പ്രത്യക്ഷപ്പെടുന്ന ആദ്യഘട്ടത്തിൽ ജനങ്ങൾ അദ്ദേഹത്തെ അംഗീകരിക്കാൻ വിമുഖത കാണിക്കുമത്രേ. കാരണം സൗഭാഗ്യവാനും സുന്ദരനുമായ ഒരു ചെറുപ്പക്കാരനായിട്ടായിരിക്കും ഇമാം മഹ്ദി രംഗത്ത് വരിക. അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വിപത്തായിരിക്കും അത്. കാരണം അവർ ധരിച്ചു വെച്ചിരിക്കുന്നത് ഇമാം മഹ്ദി ഒരു വയോവൃദ്ധനാണെന്നായിരിക്കും. തിളങ്ങുന്ന നക്ഷത്രം പോലെയായിരിക്കും ഇമാം മഹ്ദിയുടെ മുഖം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതായി ഹാഫിൽ അബൂ നുഐം എന്നവർ പറയുന്നു, എന്റെ സന്താന പരമ്പരയിലാണ് മഹ്ദി ഇമാം വരിക. അദ്ദേഹത്തിന്റെ മുഖം പ്രകാശിക്കുന്ന നക്ഷത്രം പോലെയായിരിക്കും. വിശാലമായ നെറ്റിത്തടം, ഉയർന്ന മൂക്ക്, അറബികളെ പോലെ വർണ്ണം, ഇസ്രായേലരെ പോലുള്ള ശരീരപ്രകൃതി, മുൻപല്ലുകൾക്കിടയിൽ അല്പം വിടവ്, ആ വിടവിനിടയിലൂടെ പ്രകാശം പൊഴിയുന്നതായി തോന്നും. വില്ലുപോലെ വളഞ്ഞ നീണ്ട പുരികങ്ങൾ, പുരികങ്ങൾക്കിടയിൽ അല്പം അകലം അഥവാ കൂട്ടുപുരികമല്ല, വിശാലമായ കണ്ണുകൾ, ഇടതൂർന്നു നിൽക്കുന്ന കറുപ്പുള്ള താടിരോമങ്ങൾ, ഇരു കണ്ണുകളിലും സുറുമയിട്ടിരിക്കും. ഇതൊക്കെയാണ് മഹ്ദി ഇമാമിന്റെ ശരീരപ്രകൃതി എന്ന് ഹദീസുകളിൽ സൂചിപ്പിക്കുന്നു.
വിജ്ഞാനത്തിന്റെ കവാടം അലി റളിയല്ലാഹു അൻഹു ഇമാം മഹ്ദിയെ കുറിച്ച് പറഞ്ഞ പ്രധാന കാര്യങ്ങൾ ഇവയാണ്. ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു മദീനയിൽ ജനിക്കും. ബൈത്തുൽ മുഖദ്ദസിലേക്ക് ഹിജ്റ പോകും. ഇടതൂർന്ന താടി, മുഖത്ത് കറുത്ത കല, സുറുമയിട്ട വിശാലമായ കണ്ണുകൾ, പ്രകാശം പൊഴിക്കുന്ന മുൻപല്ലുകൾ, ഉയർന്ന മൂക്ക്, വിശാലമായ നെറ്റിത്തടം, ചുമലിൽ നബിതങ്ങളുടെ ഹാത്തുമുൻ നുബുവത്ത് മുദ്ര പോലെ ഒരടയാളം ഉണ്ടാകുമത്രേ. ഇതെല്ലാം മഹ്ദി ഇമാമിനെ തിരിച്ചറിയാനുള്ള അടയാളങ്ങളിൽ പെട്ടവയാണ്. അബൂ ഉമാമ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇമാം മഹ്ദിയുടെ നിറം അറബികളെ പോലെയായിരിക്കും, ശരീരമാവട്ടെ ഇസ്രായേലരെ പോലെയും. വില്ലുപോലെ വളഞ്ഞ പരസ്പരം അകന്നു നിൽക്കുന്ന നീണ്ട പുരികങ്ങൾ ഇമാം മഹ്ദിയെ സുന്ദരനാക്കും. വലത് കവിളിൽ ഒരു മറുകുണ്ടാകും. കദ്വാനിൽ നിർമ്മിച്ച 2 കോട്ടുകൾ ധരിച്ചിട്ടുണ്ടാകും. ഇസ്ലാം വിരോധികളുടെ അക്രമം കൊണ്ട് പൊറുതിമുട്ടിയ നിരാലംബരായ പാവപ്പെട്ട മനുഷ്യരുടെ, ലോക മുസ്ലിങ്ങളുടെ എല്ലാ പ്രതീക്ഷയും മഹാനായ ഈ നേതാവിലേക്കാണ്. ലോകാവസാനത്തിന്റെ അടയാളങ്ങളായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച പ്രധാനപ്പെട്ട 10 കാര്യങ്ങളിൽ ആദ്യത്തേതാണ് മഹ്ദി ഇമാമിന്റെ പുറപ്പാടെന്ന് പണ്ഡിതന്മാർ വ്യക്തമാക്കുന്നുണ്ട്. നബി തങ്ങളുടെയും ഖുലഫാ റാഷിദുകളുടെയും എല്ലാം കാലം കഴിഞ്ഞ് എത്രയോ സംവത്സരങ്ങൾക്ക് ശേഷമായിരിക്കും ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു വരിക. അതിനിടയിൽ അക്രമങ്ങളും അധർമ്മത്തിന്റെ വക്താക്കളുമായ നിരവധി ഭരണാധികാരികൾ കഴിഞ്ഞു പോകാനുണ്ട്. ഇമാം തബറാനി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, എനിക്ക് ശേഷം ഭരണം നടത്തുക ഖലീഫമാരായിരിക്കും. പിന്നീട് അമീറുമാർ രംഗത്ത് വരും. പിന്നീട് ധിക്കാരികളും അഹങ്കാരികളുമായ ഒരു പറ്റം രാജാക്കന്മാർ ഭരണമേറ്റെടുക്കും. അതെല്ലാം കഴിഞ്ഞ ശേഷം എൻ്റെ കുടുംബത്തിൽ നിന്ന് ഇമാം മഹ്ദി പ്രത്യക്ഷപ്പെടും. മഹ്ദി ഇമാമിന്റെ വരവിന് മുമ്പായി നബിയാണെന്ന് വാദിച്ച് 60-ലധികം പെരുങ്കള്ളന്മാർ, മറ്റൊരു റിപ്പോർട്ടിൽ 70-ലധികം എന്നുമുണ്ട്. പെരുങ്കള്ളന്മാരായ ആളുകൾ പ്രവാചകത്വം വാദിച്ചുകൊണ്ട് രംഗത്ത് വരുമെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. ഹാഫിൽ അബൂ നുഐം പറയുന്നു, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതായി ഞാൻ കേട്ടു, എന്റെ സന്താന പരമ്പരയിൽ നിന്ന് ഇമാം മഹ്ദി പുറപ്പെടുന്നതുവരെ ലോകാവസാനം സംഭവിക്കുകയില്ല. താൻ പ്രവാചകനാണെന്ന് അവകാശവാദമുന്നയിക്കുന്ന 60 വ്യാജന്മാർ രംഗത്തു വന്ന ശേഷമല്ലാതെ ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു പ്രത്യക്ഷപ്പെടുകയുമില്ല. ലോകാവസാനത്തിന് വളരെ അടുത്ത കാലത്താണ് ഇമാം മഹ്ദി പ്രത്യക്ഷപ്പെടുക. അബൂ ഉമാമ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മുസ്ലിങ്ങൾക്കും റോമക്കാർക്കുമിടയിൽ 4 സന്ധി സംഭാഷണങ്ങൾ നടക്കും. അവയിൽ 4-മത്തേത് പുരാതന റോമ ചക്രവർത്തിയായ ഫിറഖലിന്റെ അഥവാ ഹിറാക്ലിയസിന്റെ കുടുംബത്തിൽ പിറന്ന ഒരാളുടെ കാർമ്മികത്വത്തിലായിരിക്കും നിർവഹിക്കുക. ആ സന്ധി 7 വർഷക്കാലം നീണ്ടു നിൽക്കും. അപ്പോൾ അബ്ദുൽ ഖൈസ് വംശജനായ മുസ്തൗരിദ് ബിനു ജയലാൻ എന്നു പേരുള്ള ഒരാൾ ചോദിച്ചു, നബിയെ, അന്ന് ജനങ്ങളുടെ ഇമാം ആരായിരിക്കും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എന്റെ സന്താന പരമ്പരയിലെ ഇമാം മഹ്ദി. അദ്ദേഹം 40-കാരനായിരിക്കും. മുഖം ജ്വലിക്കുന്ന താരകം കണക്ക് പ്രശോഭിതമായിരിക്കും. അമൂല്യമായ നിധികൾ പലതും അദ്ദേഹം പുറത്തെടുക്കും. ശിർക്കിന്റെ പട്ടണങ്ങൾ ജയിച്ചടക്കും. സത്യം മരിക്കുകയും അനീതിയും അക്രമവും അരങ്ങ് തകർക്കുകയും ചെയ്യുന്ന ഒരു കാലത്ത് ജനങ്ങൾ അശ്രദ്ധയിലായിരിക്കെയാണ് ഇമാം മഹ്ദി പുറപ്പെടുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇമാം ഹാക്കിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ, അവസാന കാലത്ത് എന്റെ സമുദായത്തിന് ഭരണാധികാരികളിൽ നിന്ന് ശക്തമായ വിപത്തുകൾ വന്ന് ഭവിക്കും. ഇതുവരെ ആരും കേൾക്കുക പോലും ചെയ്യാത്ത കൊടിയ പരീക്ഷണത്തിന് മുസ്ലിം ഉമ്മത്ത് വിധേയരാവും. വിശാലമായ ഭൂമി വളരെ ഇടുങ്ങിയതായി അവർക്ക് അനുഭവപ്പെടും. അക്രമികളിൽ നിന്ന് വിശ്വാസികൾക്ക് അഭയം നൽകാൻ ആ നാളുകളിൽ ആരുമുണ്ടാവില്ല. അങ്ങനെയൊരു സാഹചര്യം വരുമ്പോഴാണ് ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു പ്രത്യക്ഷപ്പെടുക. ഷാമിൽ നിന്നാണ് അന്ത്യനാളിലെ കുഴപ്പങ്ങളെല്ലാം പുറപ്പെടുക. സജ്ജനങ്ങൾ അന്ന് കഠിന പരീക്ഷണങ്ങൾക്ക് വിധേയരാകും. പക്ഷേ സ്വർണം അഗ്നിയിലിട്ട് ചൂടാക്കുന്നത് പോലെ വിശ്വാസികൾക്ക് അവരുടെ വിശ്വാസത്തിന് മാറ്റു വർദ്ധിക്കുകയാണ് ചെയ്യുക. കാര്യം ഇങ്ങനെയൊക്കെയാണെങ്കിലും ഷാമിനെയോ ഷാമുകാരെയോ ഒരിക്കലും ആക്ഷേപിക്കരുതെന്ന് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാം. മഹാനവർകൾ പറയുന്നു, ഷാമുകാരെ മൊത്തം നിങ്ങൾ ആക്ഷേപിക്കരുത്, അവരിലെ അക്രമികളെ മാത്രം ആക്ഷേപിച്ചാൽ മതി. കാരണം ഷാം നിവാസികളിൽ അള്ളാഹുവിന്റെ നിരവധി മഹാന്മാരായ ഔലിയാക്കളുണ്ട്. അങ്ങനെ ഷാമിലെ കുഴപ്പങ്ങൾ പരിധി വിടുമ്പോൾ അല്ലാഹു തആല ആകാശത്ത് നിന്ന് ശക്തമായ പേമാരി വർഷിപ്പിക്കും. അവരെല്ലാം വെള്ളത്തിൽ മുങ്ങിത്താഴും.
വളരെ ദുർബലന്മാർ യുദ്ധത്തിന് വന്നാൽ പോലും അവർക്ക് മുമ്പിൽ ഷാമുകാർ പരാജയപ്പെട്ടു പോകും. പിന്നെയാണ് ഇമാം മഹ്ദി നിയോഗിക്കപ്പെടുക. അങ്ങനെ അദ്ദേഹം മുഖേന ഷാമുകാർക്ക് ഐക്യവും ഐശ്വര്യങ്ങളും അല്ലാഹു തആല തിരികെ നൽകുകയും ചെയ്യും. ഇത് ഇമാം ഹാക്കിം റിപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇതേ ആശയം സൂചിപ്പിക്കുന്ന മറ്റൊരു ഹദീസ് ഹസ്രത്ത് സഈദ് ബിനുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു വിവരിക്കുന്നത് ഇങ്ങനെയാണ്: അന്ത്യനാൾ അടുക്കുമ്പോൾ ഷാമിൽ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാകും. നിസാര കാര്യങ്ങളുടെ പേരിലാണ് കുഴപ്പങ്ങൾ ഉണ്ടാവുക. കുട്ടിക്കളി പോലെയായിരിക്കും അതിന്റെ പ്രാരംഭം. പിന്നീട് അതിവേഗം മറ്റു സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുകയും ചെയ്യും. ഒരു സ്ഥലത്ത് കുഴപ്പം അടങ്ങുമ്പോഴേക്കും മറ്റൊരു വശത്ത് കുഴപ്പങ്ങൾ പടർന്നു പിടിക്കും. അതങ്ങ് തീർന്നു കിട്ടുകയില്ല മഹ്ദി ഇമാം വന്ന ശേഷമല്ലാതെ. പ്രവാചക വചനങ്ങൾ പുലരുകയാണ്. നമ്മൾ അതിന് സാക്ഷ്യം വഹിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഷാമിൽ വലിയ കുഴപ്പങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടിക്കളി പോലെയായിരിക്കും അതിന്റെ പ്രാരംഭം. ഒരു സ്ഥലത്ത് കുഴപ്പമടങ്ങുമ്പോൾ മറ്റൊരു വശത്ത് കുഴപ്പങ്ങൾ പടർന്നു പിടിക്കുകയാണ്. ഷാമിന്റെ ഭാഗമായ ഇന്നത്തെ സിറിയയിൽ നാം കണ്ടു. സിറിയൻ സർക്കാരിനെതിരെ 4 വിദ്യാർത്ഥികൾ അവരുടെ വിദ്യാലയത്തിന്റെ ചുമരിൽ കുത്തി കുറിച്ചിട്ട പ്രതിഷേധ വാക്കുകളെ ചൊല്ലി സിറിയൻ സൈന്യം അവരെ അറസ്റ്റ് ചെയ്ത ആ രാത്രി തുടങ്ങിയ ആഭ്യന്തര കലാപം ഇന്ന് സിറിയ പിന്നിട്ട് ഇറാഖ്, ലിബിയ, ഈജിപ്ത്, ഇന്നിതാ യമനിൽ എത്തി നിൽക്കുകയാണ്. ലോക മുസ്ലിങ്ങൾ വിഷമത്തിലാണ്. എവിടെയും ഇരകൾ മുസ്ലിങ്ങൾ മാത്രം. മുസ്ലിങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാൻ ധൈര്യമുള്ള ഒരാളെയും കാണുന്നില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഞങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുന്ന നീതിയുടെ വിമോചകൻ എവിടെ? ലോകം പ്രാർത്ഥനയിലാണ്. കാലം കൊതിക്കുന്ന യുഗപുരുഷൻ ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹുവിന് വേണ്ടി. മുഹമ്മദ് ഇബ്നു സാമിത്ത് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ അബൂ അബ്ദില്ലാ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, മഹ്ദി ഇമാം പ്രത്യക്ഷപ്പെടുന്നതിന്റെ മുമ്പായി സംഭവിക്കാൻ പോകുന്ന അടയാളങ്ങൾ ഒന്ന് പറയാമോ? അദ്ദേഹം പറഞ്ഞു, അബ്ബാസികളുടെ നാശമാണ്, അഥവാ രാജാക്കന്മാരുടെ നാശമാണ്. സുഫിയാനി പുറപ്പെടലാണ്. മരുഭൂമിയിൽ വലിയൊരു വിഭാഗം അഴുത്തപ്പെടലാണ്. ഞാൻ ചോദിച്ചു, അതിനെല്ലാം കുറെ കാലമെടുക്കില്ലേ? അദ്ദേഹം പറഞ്ഞു, ഇല്ല, അതെല്ലാം മാലമണികളെ പോലെയാണ്. ഒന്നിന് പിറകെ മറ്റൊന്ന് എന്ന നിലയിൽ അവ വരുന്നതാണ്. പിൽക്കാലത്ത് വരാനിരിക്കുന്ന വ്യാപകമായ കുഴപ്പങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദീർഘദർശനം ചെയ്തിട്ടുണ്ട്. അബൂ സഈദിനിൽ ഖുദരി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എനിക്ക് ശേഷം നിരവധി കുഴപ്പങ്ങൾ സംഭവിക്കാനിരിക്കുന്നു. അവയിലൊന്നാണ് ഫിത്തുൽ അഹ്ലാസ്. ഒട്ടകത്തിന്റെ മുതുകിൽ വിരിക്കപ്പെടുന്ന വസ്ത്രങ്ങൾക്കാണ് ഹൽസ് എന്ന് പറയുക. അതിന്റെ ബഹുവചനമാണ് അഹ്ലാസ്. ഒരിക്കലും ഒഴിവാക്കാത്ത നീണ്ടുകിടക്കുന്ന കുഴപ്പങ്ങളായതുകൊണ്ടാണ് അവ ഈ പേരിൽ അറിയപ്പെടുന്നത്. പിന്നീട് വിദ്വേഷങ്ങളും തർക്കങ്ങളും ഉടലെടുക്കും. ഓരോന്ന് തീരുമ്പോഴേക്കും അതിനേക്കാൾ വലിയത് ഉടലെടുത്തിട്ടുണ്ടാവും. അറബികളുടെ ഒരു വീട്ടിൽ പോലും കുഴപ്പങ്ങൾ പ്രവേശിക്കാതിരിക്കില്ല. ഒരു മുസ്ലിമും അതിന്റെ തിക്തഫലം അനുഭവിക്കാതെ പോവുകയുമില്ല. ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു പ്രത്യക്ഷപ്പെടുന്നത് വരെ അത് തുടരുന്നതാണ്. മസാബിഹിൽ വളരെ വ്യക്തമായി ഈ കാര്യങ്ങൾ കാണാൻ കഴിയും. അബൂ അബ്ദില്ലാ റളിയല്ലാഹു അൻഹു പറയുന്നു, കൂഫ പട്ടണത്തിൽ സ്വഹാബി വര്യനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ വീടിനോട് ചേർന്ന് നിൽക്കുന്ന പള്ളികളുടെ മതിലുകളും ചുവരുകളും തകർക്കപ്പെട്ടാൽ ആ ജനവിഭാഗത്തിന് അധികാരം നഷ്ടപ്പെടുകയും പിന്നീട് ഷാമുകാർ വലിയ കുഴപ്പത്തിലകപ്പെടുകയും ചെയ്യും. ഒരു രക്ഷയ്ക്കു വേണ്ടി അവർ മാർഗമന്വേഷിക്കും, പക്ഷേ അവർക്കത് ലഭിക്കില്ല. അതിനുശേഷം കൂഫാക്കും ഹിറാക്കുമിടയിൽ കൊലപാതകങ്ങൾ നടക്കും. അതും കഴിഞ്ഞാണ് ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു രംഗത്ത് വരിക. ഇമാം അബൂ ജഅഫർ റളിയല്ലാഹു അൻഹു പറയുന്നു, തുടരെയുണ്ടാകുന്ന ഭൂചലനങ്ങൾ, വിവിധ രൂപത്തിലുള്ള ആപത്തുകളും കുഴപ്പങ്ങളും, ആയിരങ്ങൾ മരിച്ചു വീഴുന്ന പ്ലേഗ് രോഗം, അറബികൾക്കിടയിൽ നടക്കുന്ന ശക്തവും രക്തപങ്കിലവുമായ യുദ്ധങ്ങൾ, ജനങ്ങൾക്കിടയിലെ അതിശക്തമായ ഭിന്നിപ്പ്, വിഘടനവാദങ്ങൾ എന്നിവയിലെല്ലാം മനം തകർന്ന് ജീവിക്കുന്നവർ മരണം പോലും കൊതിച്ചു പോകുന്ന ഒരു ദുർഘട ഘട്ടത്തിലാണ് ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു വെളിപ്പെടുക. കിതാബുൽ ഫിത്തനിൽ ഇപ്രകാരം കാണാം. അബൂ കബീൽ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, അബ്ബാസിന്റെ സന്താന പരമ്പരയിൽ അധികാരമുള്ളിടത്തോളം കാലം ജനങ്ങൾ ക്ഷേമത്തിലും സന്തോഷത്തിലുമായിരിക്കും. അവരുടെ ഭരണം അവസാനിച്ചാലോ പിന്നീട് മുസ്ലിങ്ങൾ കുഴപ്പത്തിലാകും. ഇമാം മഹ്ദി പ്രത്യക്ഷപ്പെടുന്നത് വരെ അത് തുടരുകയും ചെയ്യും. ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹുവിന്റെ ആഗമനത്തിന് തൊട്ടു മുമ്പായി അഹ്ലു ബൈത്താകുന്ന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബം കൊടിയ പീഡനങ്ങൾക്ക് വിധേയരാകുമെന്ന് ചില ഹദീസുകളിൽ കാണുന്നുണ്ട്. നബി കുടുംബത്തിലെ അംഗങ്ങളെ ശത്രുതാ മനോഭാവത്തോടെ കാണുകയും അധികാരത്തിന്റെ ഹുങ്കിൽ അവരെ അടിച്ചമർത്തുകയും ചെയ്യുമത്രേ.
നബി കുടുംബത്തോടുള്ള അന്ധമായ വിരോധം കാരണം മുഹമ്മദ്, അഹമ്മദ്, അലി, ഹംസ, ഹസൻ, ഹുസൈൻ, ഫാത്തിമ, റുഖിയ എന്നീ പേരുകളുള്ള കുട്ടികൾ വരെ ക്രൂരമായി പീഡിപ്പിക്കപ്പെടും. നബി കുടുംബത്തിലെ ഗർഭസ്ഥ ശിശുവിന് പോലും രക്ഷയില്ലാത്ത കാലമായിരിക്കും അത്. അക്കാലത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തിന്റെ രക്ഷകൻ കൂടിയായ ഇമാം മഹ്ദി രംഗത്തു വരിക. മഹ്ദി ഇമാം പുറപ്പെടാറായി എന്നതിൻ്റെ പ്രധാന അടയാളങ്ങളിലൊന്നാണ് ഡമസ്കസിന്റെ ഭാഗത്ത് നിന്ന് പുറപ്പെടുന്ന ചില പതാകകൾ. കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഷാമിലെ ഡമസ്കസ് ഭാഗത്ത് നിന്ന് ചില പതാകകൾ മുന്നോട്ട് വരുന്നതാണ് ഇമാം മഹ്ദിയുടെ ആഗമനം അടുത്തെത്തിയിരിക്കുന്നു എന്നതിൻ്റെ ഒരു പ്രധാന ലക്ഷണം. അവരുടെ മുൻനിരയിൽ കിന്ദ ഗോത്രക്കാരനായ ഒരു മുടന്തൻ നിലയുറപ്പിച്ചിരിക്കും. പാശ്ചാത്യർ ഈജിപ്തിന്റെ മേൽ ആധിപത്യം സ്ഥാപിച്ചാൽ അന്ന് ഷാം നിവാസികൾക്ക് ഭൂമിയുടെ ഉൾവശമായിരിക്കും നല്ലത്. ഇവിടെ ഭൂമിയുടെ ഉൾവശം നല്ലതാണെന്നതിന്റെ വിവക്ഷ ജീവിതത്തെക്കാൾ നല്ലത് മരണമെന്നതാണ്. ഇതേ ആശയം സൂചിപ്പിക്കുന്ന ഒരു ഹദീസ് ഇമാം ഔസാഇ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്തതായി കാണാം. അതിപ്രകാരമാണ്: മഞ്ഞ നിറത്തിലുള്ള പതാകകളും വഹിച്ചുകൊണ്ട് ചിലർ ഈജിപ്തിലേക്ക് പ്രവേശിച്ചാൽ ഷാമുകാർക്ക് പിന്നീട് നല്ലത് ഭൂമിക്ക് താഴെ ഒരു മാളം നിർമ്മിച്ച് അതിൽ കഴിഞ്ഞുകൂടുന്നതാണ്. ഇതെല്ലാം സുനൻ ഇബ്നു സഈദിൽ വന്നതാണ്. കറുത്ത പതാകകൾ ഏന്തിക്കൊണ്ടുവരുന്ന ഒരു സംഘത്തിന് പിന്നാലെയാണ് മഹ്ദി ഇമാം വരികയെന്നും മഹ്ദി ഇമാം രംഗത്ത് വന്നാൽ എന്ത് പ്രയാസം സഹിച്ചും അദ്ദേഹത്തെ സമീപിച്ച് ബൈഅത്ത് ചെയ്യണമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇസ്ലാമിൽ കറുത്ത നിറത്തിന്റെ പ്രസക്തി എന്താണ്? ചരിത്രത്തിലും വർത്തമാന സാഹചര്യങ്ങളിലും ഭാവിയിലേക്കുള്ള സൂചകങ്ങളിലും അതിന്റെ പ്രാധാന്യം എന്താണ്? ഇതേക്കുറിച്ച് പലരും പല നിലക്കും അന്വേഷിച്ചിട്ടുണ്ട്. ഉത്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുവാക്യങ്ങളായ ഹദീസ് മാത്രമാണ്. വർത്തമാന കാലത്ത് ഇസ്ലാമിനും ലോക മുസ്ലിങ്ങൾക്കും ഏറ്റവും അധികം ചീത്തപ്പേരുണ്ടാക്കിയ ഇറാഖിലെ IS എന്ന് പറയുന്ന ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന ഭീകര സംഘടന അവരുടെ കറുത്ത കൊടിയും വേഷവിധാനവുമായിരുന്നു ചർച്ചകളിലെ കേന്ദ്രബിന്ദു. മക്ക വിജയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അണിഞ്ഞിരുന്ന കറുത്ത തലപ്പാവാണത്രേ ഐസിസിന്റെ ഖലീഫയ്ക്കു മാതൃക. ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത പിന്തുണക്കാരുടെ വേഷമായ കറുപ്പിനെയും ഈ ഭീകര സംഘടന ഉപയോഗിക്കുന്നുണ്ട്. ഞങ്ങൾ ഇമാം മഹ്ദിയുടെ ആൾക്കാരാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി മാത്രമാണത്. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും നേതൃത്വത്തിലുള്ള ദജ്ജാലിന്റെ വ്യവസ്ഥയോട് ഏറ്റുമുട്ടുന്ന ധീരയോദ്ധാക്കളാണെന്ന് ഇവർ സ്വയം ഉദ്ഘോഷിക്കുകയാണ്. ഇമാം മഹ്ദിയുടെ പട്ടാളം തങ്ങളാണെന്ന് ഇവർ നിരന്തരം വീമ്പടിക്കാറുമുണ്ട്. എന്നാൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇസ്ലാമിക ചരിത്രത്തെയും മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാഗ്ദാനങ്ങളെയും കൂട്ടുപിടിച്ച് ഞങ്ങൾ ഇസ്ലാമിന്റെ വക്താക്കളാണെന്ന് സ്വയം പറയുന്ന IS എന്ന ഭീകര സംഘടനയ്ക്ക് പരിശുദ്ധ ഇസ്ലാമുമായോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായോ ഇനി ലോകത്ത് വരാനിരിക്കുന്ന സയ്യിദ് ഇമാം മഹ്ദിയുമായോ യാതൊരു ബന്ധവും ഇല്ല എന്ന നഗ്നസത്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെയാണ് പ്രവാചക വചനങ്ങൾ നമുക്ക് വഴികാട്ടിയാകുന്നത്. സൗബാൻ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതായി ഞാൻ കേട്ടു, നിങ്ങളുടെ നദിക്കരികിൽ വെച്ച് അത് കൈവശപ്പെടുത്താനായി 3 പേർ പരസ്പരം ഏറ്റുമുട്ടും. ആ 3 പേരും ഖലീഫമാരുടെ മക്കളായിരിക്കും. പക്ഷേ അവരിൽ ഒരാൾക്കും അത് കൈവശപ്പെടുത്താനാവില്ല. പിന്നീട് കിഴക്ക് നിന്ന് ചില കറുത്ത പതാകകൾ പ്രത്യക്ഷപ്പെടും. അവർ ഖലീഫമാരുടെ മക്കൾക്കെതിരെ ഘോരമായി യുദ്ധം ചെയ്യും. പിന്നീട് അള്ളാഹുവിന്റെ പ്രതിനിധിയായി ഇമാം മഹ്ദി രംഗപ്രവേശനം ചെയ്യും. ഇമാം മഹ്ദിയെ കുറിച്ച് നിങ്ങൾ കേട്ടാൽ നിങ്ങൾ അദ്ദേഹത്തെ ബൈഅത്ത് ചെയ്യുക. ഈ ഹദീസിൽ പരാമർശിച്ച ഖലീഫയുടെ 3 മക്കൾ തങ്ങളുടെ പിതാക്കളെ പോലെ അധികാരം വേണമെന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി യുദ്ധം ചെയ്യുകയും പക്ഷേ അതാർക്കും ലഭിക്കുകയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നിങ്ങളുടെ നിധികൾ എന്ന നബിവചനത്തിന്റെ ഉദ്ദേശം കഅബാലയത്തിനുള്ളിലെ വിലപിടിപ്പുള്ള വസ്തുക്കളാണെന്നും രാജ്യത്തിന്റെ ഭരണമാണെന്നും യൂഫ്രട്ടീസ് നദിയിൽ മറഞ്ഞുകിടക്കുന്ന നിധികുംഭങ്ങളാണെന്നും ഹദീസ് വ്യാഖ്യാതാക്കൾ ഭിന്നഭിപ്രായക്കാരാണ്. എല്ലാം ശരിയാവാനും സാധ്യതയുണ്ട്. ആദ്യം ഭരണം പിടിച്ചെടുത്താൽ പിന്നീട് മറ്റുള്ളവ സ്വാഭാവികമായും എളുപ്പമാണല്ലോ. മഹ്ദി ഇമാം വരുന്നതോടെ മുസ്ലിം സമൂഹത്തിന് വലിയ ഗുണങ്ങൾ ലഭിക്കുന്നതാണ്. പ്രധാനമായും ഭിന്നിച്ച് വിഘടിച്ച് നിൽക്കുന്ന വിശ്വാസി സമൂഹം ഇമാം മഹ്ദിയുടെ വരവോടെ ഒരൊറ്റ നേതാവിന് കീഴിൽ സംഘടിത ശക്തിയായി മാറും. ഐക്യമാണല്ലോ ഏറ്റവും വലിയ അനുഗ്രഹം. അതിനു പുറമെ രാജ്യത്ത് നീതിപൂർവമായ ഭരണം നടക്കും. ക്ഷേമവും ഐശ്വര്യവും കളിയാടും. അബൂ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു പറയുന്നു, എന്റെ പിതാവ് അലി റളിയല്ലാഹു അൻഹു എന്നോട് പറഞ്ഞു, വിശ്വാസികൾ പരസ്പരം കൈയൊഴിയുക, ചിലർ മറ്റു ചിലരുടെ പേരിൽ കുഫറും ശിർക്കും ആരോപിക്കുക, പരസ്പരം ശാപവാക്കുകൾ ചൊരിയുക,
എന്നീ കാര്യങ്ങൾ സംഭവിക്കുന്നതുവരെ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന കാര്യം അഥവാ മഹ്ദി ഇമാമിന്റെ ആഗമനം സംഭവിക്കുകയില്ല. ഞാൻ ചോദിച്ചു, പിതാവേ, അക്കാലത്ത് വല്ല ഗുണവും ഉണ്ടാകുമോ? പിതാവ് പറഞ്ഞു, എല്ലാ ഗുണങ്ങളും അക്കാലത്താണ് ഉണ്ടാവുക. കാരണം മഹ്ദി ഇമാമിന്റെ വരവോടെ മുസ്ലിം സമൂഹത്തിലെ പ്രശ്നങ്ങളും ഭിന്നിപ്പുകളുമെല്ലാം തീരും. മുസ്ലിം സമൂഹം അനുഭവിച്ചു വരുന്ന നിരാശയ്ക്കും ഇച്ഛാഭംഗത്തിനും പീഡനങ്ങൾക്കുമെല്ലാം അറുതി വരുത്താനായി അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഇമാം മഹ്ദി നിയോഗിക്കപ്പെടുമ്പോൾ മഹ്ദിയെ അംഗീകരിക്കാത്തവർക്കും അനുസരിക്കാത്തവർക്കും വലിയ നാശമായിരിക്കും ഫലം. മഹ്ദി ഇമാമിനെ അംഗീകരിക്കുകയും അദ്ദേഹത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്നവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മംഗളം നേർന്നിട്ടുണ്ട്. മഹ്ദി ഇമാം വരുന്നതിന് മുമ്പ് ചില മാരക രോഗങ്ങളും മുൻകാല സമുദായങ്ങളുടെ ചരിത്രം അനുസ്മരിപ്പിക്കും വിധം ചില പ്രത്യേക ശിക്ഷകളും വരുമെന്ന് ഹദീസിൽ കാണാം. അലി റളിയല്ലാഹു അൻഹു പറയുന്നു, മഹ്ദി ഇമാം വരുന്നതിന് മുമ്പ് ചുവന്ന മരണവും കാലത്തും അകാലത്തുമായി രക്തവർണ്ണത്തിലുള്ള വെട്ടുകിളി ശല്യവും ഉണ്ടാകും. ചുവന്ന മരണമെന്നാൽ രക്തരുക്ഷിത യുദ്ധമാണ്. വെളുത്ത മരണമെന്നാൽ പ്ലേഗ് മൂലമുണ്ടാകുന്ന മരണവുമാണ്. മഹ്ദി ഇമാം പ്രത്യക്ഷപ്പെടുന്ന മാസവും ദിവസവും മുൻഗാമികളായ പണ്ഡിത മഹത്തുക്കൾ നമുക്ക് പഠിച്ചു തന്നിട്ടുണ്ട്. അബൂ ജഅഫർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇമാം മഹ്ദി പ്രത്യക്ഷപ്പെടുക ഒരു ആശൂറ ദിവസത്തിലായിരിക്കും. ഹിജ്റ കലണ്ടറിലെ പ്രഥമ മാസമായ മുഹറം മാസത്തിലെ 10-ാം ദിവസമാണ് ആശൂറ ദിവസം. അന്നൊരു ശനിയാഴ്ചയായിരിക്കും. കഅബാലയത്തിനടുത്തു വെച്ചായിരിക്കും ജനങ്ങൾ അദ്ദേഹത്തെ ബൈഅത്ത് ചെയ്യുക. ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹുവിന്റെ ആഗമനത്തിന് മുമ്പ് തന്നെ മഹ്ദി ഇമാമിന് വഴിയൊരുക്കുന്ന നിരവധി സംഭവ വികാസങ്ങൾ ലോകത്ത് നടക്കുന്നതാണ്. അതെല്ലാം കഴിഞ്ഞ് ഒരു വേള മഹ്ദിയെ കുറിച്ച് എല്ലാവരും നിരാശരാകുന്ന ഒരു ഘട്ടത്തിലാണ് ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു പ്രത്യക്ഷപ്പെടുക. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, കനത്ത നിരാശയ്ക്ക് ശേഷമാണ് ഇമാം മഹ്ദി പുറപ്പെടുക. എത്രത്തോളം എന്നാൽ ജനങ്ങളിൽ ചിലർ പറയുക പോലും ചെയ്യും, ഇനി മഹ്ദിയില്ലെന്ന്. ഇമാം മഹ്ദി രംഗത്ത് വരുമ്പോൾ സഹായിക്കാനും പിന്തുണയ്ക്കാനുമായി നിരവധി പേർ രംഗത്തുണ്ടാകും. ഷാം നിവാസികളായിരിക്കും അവരിൽ ഭൂരിഭാഗവും. അവർ 300 അല്ലെങ്കിൽ 315 പേരായിരിക്കും. ഷാമിൽ നിന്ന് പുറപ്പെട്ട് മക്കയിലെത്തി ഇമാം മഹ്ദിയെ സൊഫാ പർവ്വതത്തിനടുത്തുള്ള വീട്ടിൽ നിന്നവർ രംഗത്തു കൊണ്ടുവരും. അന്ത്യനാളിൽ ഇമാം മഹ്ദി പ്രത്യക്ഷപ്പെടുന്നത് സൊഫാ പർവ്വതത്തിനടുത്തുള്ള ഒരു വീട്ടിൽ വെച്ചായിരിക്കുമെന്നും ഹദീസുകളിൽ വന്നിട്ടുണ്ട്. മഹ്ദി ഇമാമിന്റെ സഹായികൾ ഖുറാസാനിൽ നിന്നാണ് വരികയെന്ന് ഇമാം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഒരു ഹദീസിൽ കാണുന്നുണ്ട്. ഷാമിന്റെ ഒരു ഭാഗമാണ് ഖുറാസാൻ. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞങ്ങൾ സന്ദർശിക്കാനായി ചെന്നു. അന്ന് വളരെ സന്തുഷ്ടനായാണ് നബി തങ്ങൾ ഞങ്ങൾക്ക് മുമ്പിലെത്തിയത്. അവിടുത്തെ മുഖത്ത് നിന്ന് തന്നെ ആ സന്തോഷം ഞങ്ങൾക്ക് വായിച്ചെടുക്കാമായിരുന്നു. അന്ന് ഞങ്ങൾ എന്തെല്ലാം ചോദിച്ചുവോ അതിനെല്ലാം അവിടുന്ന് മറുപടി പറഞ്ഞുകൊണ്ടേയിരുന്നു. സംസാരത്തിനിടയിൽ നബി തങ്ങളുടെ പൗത്രന്മാരായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ അടങ്ങുന്ന ഒരു സംഘം ഞങ്ങൾക്ക് മുമ്പിലൂടെ കടന്നുപോയി. അവരെ കണ്ടപ്പോൾ നബി തങ്ങൾ അവരുടെ ഭാവിയെക്കുറിച്ച് പറയാൻ തുടങ്ങി. അപ്പോൾ അവിടുത്തെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ചോദിച്ചു, അള്ളാഹുവിന്റെ ദൂതരെ, അങ്ങേക്ക് എന്തോ വിഷമമുള്ളത് പോലെ തോന്നുന്നുവല്ലോ. ഉടനെ നബി തങ്ങൾ പറഞ്ഞു, അള്ളാഹു എൻ്റെ കുടുംബത്തിന് ഇഹലോകത്തേക്കാൾ പരലോകത്തെ തെരഞ്ഞെടുത്തിരിക്കുന്നു. എനിക്ക് ശേഷം എൻ്റെ കുടുംബം വിവിധ രാജ്യങ്ങളിൽ വെച്ച് കൊടിയ പീഡനങ്ങൾക്കും ക്രൂരമർദ്ദനങ്ങൾക്കും വിധേയരാകും. അവർക്ക് ന്യായമായ അവകാശങ്ങൾ പോലും നൽകപ്പെടില്ല. അവസാനം കിഴക്ക് ഭാഗത്ത് നിന്ന് ഒരു പറ്റം കറുത്ത പതാകകൾ പുറപ്പെടും. അവർ ഹക്കിനു വേണ്ടി പടപൊരുതും, വിജയം വരിക്കുകയും ചെയ്യും. അന്ന് നിങ്ങളോ നിങ്ങളുടെ പിൻഗാമികളോ ഉണ്ടെങ്കിൽ എൻ്റെ കുടുംബമായ ഇമാമിനെ സമീപിക്കുക. അത് മഞ്ഞിന് മുകളിൽ ഇഴഞ്ഞു നീങ്ങിയിട്ടായിരുന്നാലും ശരി, കാരണം സന്മാർഗത്തിന്റെ പതാകകളാണത്. അത് എൻ്റെ കുടുംബമായ ഒരാൾക്ക് നൽകപ്പെടും. മഹ്ദി ഇമാമിന്റെ സഹായികൾ പതാകയും കയ്യിൽ പിടിച്ചാണ് വരിക. പതാകയുടെ നിറം കറുപ്പായിരിക്കും. സന്മാർഗത്തിന്റെ പതാകകളായിരിക്കും അവ. എന്ത് പ്രയാസങ്ങൾ സഹിച്ചും മുസ്ലിമിങ്ങൾ ഇമാം മഹ്ദിയെ ബൈഅത്ത് ചെയ്യാൻ തയ്യാറാവണമെന്ന് ചുരുക്കം. കിഴക്ക് നിന്ന് പുറപ്പെടുന്ന ഒരു വിഭാഗം ജനങ്ങളാണ് ഇമാം മഹ്ദിക്ക് വഴിയൊരുക്കുക എന്നത് വ്യക്തമായി തന്നെ ഹദീസുകളിൽ സൂചിപ്പിക്കുന്ന കാര്യമാണ്. അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മശ്രിഖ് അഥവാ ഖുറാസാനിൽ നിന്ന് ഒരു വിഭാഗം ജനങ്ങൾ പുറപ്പെടും. അവരാണ് മഹ്ദി ഇമാമിന് വഴിയൊരുക്കുക. ബൈഹഖിയും ഇബ്നു മാജയും റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്. അള്ളാഹുവിന്റെ പ്രതിനിധി എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇമാം മഹ്ദിയെ പരിചയപ്പെടുത്തിയത്. നിരവധി ഹദീസുകൾ ആ വിഷയത്തിൽ ഉണ്ട്. അവയിലൊന്ന് ഇപ്രകാരമാണ്:
ഖുറാസാനിൽ നിന്ന് കറുത്ത കൊടികൾ പുറപ്പെട്ടത് കണ്ടാൽ നിങ്ങൾ മഞ്ഞുകട്ടകളുടെ മേൽ ഇഴഞ്ഞു നീങ്ങിയിട്ടാണെങ്കിലും ശരി അവരുടെ കൂടെ ചേരുക. കാരണം അള്ളാഹുവിന്റെ ഖലീഫ ഇമാം മഹ്ദി അവരിലുണ്ടാകും. മഹ്ദി ഇമാമിന് വഴിയൊരുക്കുന്നവർ അവരാകുന്നു. ഇമാം മഹ്ദിക്ക് വഴിയൊരുക്കുകയും മഹ്ദി ഇമാം പുറപ്പെടുമ്പോൾ അദ്ദേഹത്തോടൊപ്പം ചേരുകയും ചെയ്യുന്ന ആ വിഭാഗത്തിന്റെ സ്വഭാവ ഗുണങ്ങളും മനസ്സിലാക്കേണ്ടതുണ്ട്. അൽ ഹാഫിദ് അബൂ നുഐം റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ ഇപ്രകാരം കാണാം: പകൽ സമയത്ത് അവർ സിംഹങ്ങളെ പോലെയായിരിക്കും, അഥവാ യുദ്ധരംഗത്ത് അവർ ധീരന്മാരായി നിലകൊള്ളും. അതേസമയം രാത്രികാലങ്ങളിൽ അവർ യതിവര്യന്മാരെ പോലെ ദീർഘനേരം ആരാധനാ കർമ്മങ്ങളിൽ മുഴുകും. അള്ളാഹുവിന്റെ മാർഗത്തിൽ അവർ ആരെയും ഭയപ്പെടില്ല. വെള്ള വസ്ത്രങ്ങൾ ധരിച്ചവരായിരിക്കും. കാരിരുമ്പിന്റെ ശക്തിയായിരിക്കും അവരുടെ ഹൃദയങ്ങൾക്ക്. അവർ പരസ്പരം വലിയ സ്നേഹത്തിലായിരിക്കും. എന്നാൽ ദീനിന്റെ ശത്രുക്കൾക്കെതിരെ ധർമ്മസമരത്തിനിറങ്ങുമ്പോൾ അവർ ഇരകണ്ട സിംഹങ്ങളെ പോലെയായി മാറും. അവരുടെ മനക്കരുത്തിനു മുന്നിൽ പർവ്വതങ്ങൾ പോലും ധവളമാകും. ധീരതയുടെ പര്യായങ്ങളായ അവർ അടിയുറച്ച സത്യവിശ്വാസികളായിരിക്കും. കിതാബുൽ ഫിത്തനിൽ അലി റളിയല്ലാഹു അൻഹു പറയുന്നു: മഹ്ദി ഇമാമിനെ അനുഗമിക്കുന്നവരും അദ്ദേഹത്തിന് വഴിയൊരുക്കുന്നവരും ത്വാലൂത്ത് രാജാവിന്റെ സൈന്യം കണക്കെ 313 പേരായിരിക്കും. കാട്ടിൽ നിന്നിറങ്ങി വന്ന സിംഹങ്ങളെ പോലെയായിരിക്കും അവർ. കാരിരുമ്പിന്റെ കരുത്തായിരിക്കും അവർക്ക്. ഒരു പർവ്വതം യഥാസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യണമെന്നവർ വിചാരിച്ചാൽ അതവർ നീക്കിയിരിക്കും. അത്രയും വലിയ മനക്കരുത്തിന്റെ ഉടമകളായിരിക്കും അവർ. എല്ലാവരുടെയും വസ്ത്രങ്ങൾ ഒരുപോലെയായിരിക്കും. ഒരു പിതാവിന്റെ മക്കളെ പോലെ ഐക്യവും സ്നേഹവും രൂപസാദൃശ്യവും അവർ തമ്മിലുണ്ടാവും. തീർച്ചയായും ഒരു സത്യവിശ്വാസിക്കുണ്ടായിരിക്കേണ്ട പ്രധാന ഗുണങ്ങളും ഇത് തന്നെയാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നാഥൻ നമ്മളേവരെയും ഐക്യത്തിന്റെയും മതസാഹോദര്യത്തിന്റെയും വക്താക്കളാക്കി നിലനിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.